ഇന്നത്തെ നമ്മളെ വീഡിയോയുടെ സെഗ്മെന്റിന്റെ പേരെന്താന്നറിയോ? വാട്ട് ഐ ഏറ്റിനിടെ നോട്ട് ഐ വാട്ട് വി. അപ്പൊ ഇച്ചിരി പുട്ടിന്റെ കൂടെ എടുക്കണം കേട്ടോ. നല്ലതാ. അതാണ് ഇങ്ങനെ ചടപട ചടപടാന്ന് നടക്കണം. അപ്പൊ ഇന്ന് ഉച്ചക്ക് കുശാലായി ഒരു വെറൈറ്റി ഡിഷ് സോയ റൈസ്. അതായത് അമ്മയുടെ പൊന്നാങ്ങള. ഞാൻ ആദ്യം ആ വലിയ പാത്രം നോക്കിയത്. അത് പറയായിരുന്നു. അപ്പയുടെ അമ്മ മോഷ്ടിക്കട്ടെ. മനോഹരമായി കട്ട് ചെയ്തിരിക്കുന്നത് തിന്നണോ വേണ്ടയോ എന്നുള്ള ആശങ്കയിലാണ്. ചായ ഇങ്ങനെ വറ്റണേ ഒഴിച്ചു വെച്ച് കഴിഞ്ഞാൽ ആർക്കെങ്കിലും ഇങ്ങനെ സംഭവിക്കാറുണ്ടോ? അത്ഭുതം. അത്ഭുതങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുക. തണുപ്പുമാണ്. ഒരു ചിക്കന്റെ ഒക്കെ സ്മെല്ല് വന്നിട്ടുണ്ടോ? ഇവിടെയൊക്കെ ക്ലീൻ ആക്കിയിട്ടോളണം. എന്റെ അടുക്കള കയറി തകർന്നു. ദേ അപ്പയ്ക്കൊരു സാധനം കൊണ്ടുവരുന്നുണ്ട്. ചിക്കന്റെ മണമുണ്ടോ? ഗുഡ് മോർണിംഗ്. ഇന്നത്തെ നമ്മളെ വീഡിയോയുടെ സെഗ്മെന്റിന്റെ പേരെന്താന്നറിയോ? വാട്ട് ഐ ഏറ്റിനിടെ നോട്ട് ഐ വാട്ട് വി. 3 പേരും കഴിച്ചോണ്ടിരിക്കും. 3 പേർക്കും ഇന്നൊരു സിമിലാരിറ്റി ഉണ്ട്. എല്ലാവർക്കും പുട്ട് തന്നെ. പക്ഷെ ഒരാൾക്ക് പുട്ട് കറി ഏത്തപ്പഴം പുഴുങ്ങിയത്. ഇത് ചിക്കൻ ഇല്ലാത്ത ചിക്കൻ റോസ്റ്റ് ആട്ടോ. ഒരാൾക്ക് ഏത്തപ്പഴം പുഴുങ്ങിയത് മാത്രം. ഒരാൾക്ക് ചെറുപഴ. ഇതില് കോമൺ ആയിട്ട് എന്താണ്? പുട്ട് അരിപ്പുട്ട്. നീ കഴിക്കാം. അപ്പൊ ഞങ്ങൾ എല്ലാവരും കഴിക്കുകയാണ്. അതിനുശേഷം കാണാം. ഈ ചിക്കൻ ഇല്ലാത്ത ചിക്കൻ റോസ്റ്റ് കേമനാട്ടോ. ചോറിനും നല്ലതാ. എല്ലാത്തിനും നല്ലതാ. ചോറിന്, അപ്പം, പുട്ട്, ചപ്പാത്തിക്കൊക്കെ ഉഗ്രനാ. പൊറോട്ട എല്ലാത്തിനും നല്ല. അതെന്നാന്നോ ഇച്ചിരി കുഴഞ്ഞ് ഗ്രേവി ഇല്ലേതാ. അപ്പൊ ഇച്ചിരി പുട്ടിന്റെ കൂടെ എടുക്കണം കേട്ടാ. അപ്പൊ ഇഷ്ടപ്പെട്ടു. ചിക്കൻ ഇല്ലാത്ത ചിക്കൻ റോസ്റ്റ് എങ്ങനെയുണ്ട്? മസാല ഗര ഇട്ടതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത് നല്ലതാണ്. അപ്പൊ ഇനി ഞാനും കഴിക്കട്ടെ. ഇവള് ഇന്നലെ തന്നെ പറഞ്ഞു ഇച്ചിരി എടുത്ത് വെക്കണം കേട്ടോ ഇന്ന് പുട്ട് കഴിക്കാൻ. ഞാൻ സ്വല്പ സോസ് എടുത്ത് വെച്ചു. ഈ ചൂടത്ത് അപ്പ എങ്ങനെയാ ഈ ഗ്രീൻ ടീ കുടിക്കണേ? എന്നാലും ഭയങ്കര ചൂടല്ലേ ഇപ്പൊ. നല്ല കയ്പുവാ. അപ്പ ചോദിച്ചാല ആരോ ചോദിച്ചിരുന്നു അപ്പ ഗ്രീൻ ടീക്ക് ഷുഗർ ഇടുവോന്ന്. ഇല്ല, ഗ്രീൻ ടീ പ്ലെയിൻ ആയിട്ട് തന്നെ ഒന്നുമില്ലാതെ. അതിനാണ് ഈ ബിസ്ക്കറ്റ് കൂടെ കഴിക്കണം. ഇത് ഈ ബിസ്ക്കറ്റിനും മധുരയില്ല. ഞാൻ ആ സമയത്ത് കഴിക്കാൻ പോണെ എന്താന്ന് കാണിച്ചു തരാം കേട്ടോ. ഇവിടെ ഒരു സാധനം ഇരിപ്പുണ്ട്. ഓറഞ്ച് ഇരിപ്പുണ്ട്, ഞാലിപ്പൂവൻ പഴം ഇരിപ്പുണ്ട്. ഇപ്പൊ ഞാൻ കഴിക്കാൻ പോണത് ഒരു ഞാലിപ്പൂവൻ പഴമാണ്. അമ്മ എന്നാ ഇപ്പൊ കഴിക്കണ്ടോന്ന് ചോദിക്കട്ടെ. അമ്മ ഇപ്പൊ എന്തെങ്കിലും കഴിക്കുമായിരിക്കും. ഒരു കൈ കൊണ്ടായതുകൊണ്ട് എടുക്കാൻ പറ്റില്ല. ഇതിവിടെ മൂടി വെക്കട്ടെ, അല്ലെങ്കിൽ നല്ല പല്ല് വാട്ടിയൊക്കെ വരും. ഇടയ്ക്ക് എന്തെങ്കിലും കഴിക്കാൻ പോണ്ടോ? ഇല്ല, ഞാനൊരു പാളയം കൂടെ അല്ല, ഒരു ഞാലിപ്പൂവൻ കഴിക്കണ്ട്. ഞാലിപ്പൂവനെ എവിടെയാ ഞാൻ കൊണ്ടുവന്ന? അല്ല എടി, അപ്പ ഗ്രീൻ ടീ കുടിക്കുന്നുണ്ട്. ഒരു കാര്യം ചെയ്തോ, വാട്ടർമെലോൺ ഫ്രിഡ്ജിലുണ്ട്, കുറച്ചേ ഉള്ളു കട്ട് ചെയ്തേന്റെ. എന്നപ്പോ വേറെ മേടിക്കും. അപ്പൊ അതിൽ തണുക്കാൻ പാലും വെച്ചിട്ടുണ്ട് ഗ്ലാസ്സില്. അതാ നീ നിനക്ക് ഇഷ്ടമുള്ള രീതിയിൽ എങ്ങനെയാന്ന് വെച്ചാൽ കഴിച്ചു. എന്നെ തടങ്ങി നിർത്താതെ ഓടുമുള്ളിൽ തുണി കൊണ്ടിടട്ടെ. അമ്മ എന്തെങ്കിലും കഴിക്കണ്ടോ? ഒന്നുമില്ല. എനിക്കങ്ങനെ വലിയ കഴിപ്പേട്ട സമയത്തില്ല. അത് കഴിക്കാതിരിക്കുവാണെങ്കിൽ അത്രയും നല്ലതാ. അതാണ് ഇങ്ങനെ ചടപടാന്ന് നടക്കണം. ക്ഷീണമെന്ന് തോന്നുവാണെങ്കിൽ എന്തെങ്കിലും ഇരിക്കുന്ന എടുത്ത് കഴിക്കും. അത് കഴിക്കുവാണെങ്കിൽ പറയണോ കേട്ടോ. അത് പറയാം. മിക്കവാറും സാധ്യത കുറവാ. ചിലപ്പോ ഇച്ചിരി വാട്ടർമെലോൺ കഴിക്കും. അന്നേരം പറയണേ. ഓക്കെ. സമ്മറിന്റെ ഒരു മാൻഡേറ്ററി ഫ്രൂട്ടാണ് തണ്ണിമത്തങ്ങ അഥവാ വത്തക്ക അഥവാ വാട്ടർമെലോൺ. കണ്ടോ, ഇതില്ലാത്തൊരു സമ്മർ ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാറില്ല അല്ലേ. അപ്പം അതുപോലെ തന്നെ ഞാനും ഇടയ്ക്കിടയ്ക്ക് ഇത് കഴിക്കും. അപ്പം ഇത് കുറേ ഇങ്ങനെ മേടിച്ചുകൊണ്ട് വരും. കുറേ അല്ല, ഇടവിട്ട് ഇങ്ങനെ മേടിച്ചുകൊണ്ട് വരും തീരുന്ന അനുസരിച്ചിട്ട്.
ഞാനിതിൻ്റെ കൂടെ കുറച്ച് പാലും ഒക്കെ ഒഴിച്ചിട്ട് കഴിച്ചു നോക്കി. നമ്മുടെ മുഹബത്ത് കാ സർബത്തില്ലേ, അതിൻ്റെ വേറൊരു ഫോമിൽ റോസ് സിറപ്പൊന്നും ചേർത്തില്ല, അല്ലാണ്ട് ഇച്ചിരി റോസ് സിറപ്പിന് വരെ ഇച്ചിരി തേൻ ഒഴിച്ച് ഹെൽത്തി ആക്കാമെന്ന് ഓർത്ത് മധുരം ഇല്ലാതെ കുറച്ച് തണുത്ത പാലൊക്കെ ഒഴിച്ചിട്ട് കഴിച്ചു നോക്കി. പക്ഷേ അത് ടേസ്റ്റി ആയിരുന്നു കേട്ടോ. മിക്സിയിലൊന്നും അടിക്കരുത്, ജസ്റ്റ് വാട്ടർമെലോൺ തണുപ്പിച്ചിട്ട് ഒരു ഗ്ലാസ്സിലിടുക, എന്നിട്ട് അതിനകത്ത് ഇത്തിരി തണുത്ത പാലൊഴിക്കുക, ഇത്തിരി തേനും ഒഴിച്ചിട്ട് കഴിച്ചു നോക്കി. ടേസ്റ്റി ആയിരുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെടില്ല കേട്ടോ പക്ഷേ അത്. അപ്പോൾ ഉച്ചയ്ക്ക് ഞങ്ങൾ കഴിച്ചത് ചോറല്ല, സോയ ചങ്ക്സ് റൈസാണ്. ഇത് ഇടയ്ക്കൊരു ചേഞ്ചിന് ഞങ്ങൾ ഉണ്ടാക്കാറുള്ളതാണ്. നല്ലായിരുന്നു. സോയ ചങ്ക്സിൻ്റെ ഒരു ബിരിയാണിയൊക്കെ പോലെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു റൈസാണ്. ഇതിൻ്റെ റെസിപ്പി ഓൾറെഡി നമ്മൾ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ. നല്ല റൈസാട്ടോ. നമ്മളെ വേവും പാകച്ചെടുത്തോ. എനിക്കങ്ങനെ വെജിറ്റബിൾ റൈസിലും നല്ലതാ. അതിൽ നല്ലതാ, ഇത്രയൊക്കെ ചേർന്നത് കൊണ്ട്, ഇത്ര ഐറ്റംസ് ഒക്കെ ഉള്ളതുകൊണ്ട് യഥേഷ്ടം ഇതേ പിന്നെ സാലഡ് വെച്ചിരിക്കണ്ട. നിങ്ങൾക്ക് സാലഡ് ഇതായത് കൊണ്ടാണ് ഇത്ര ഉണ്ടാക്കിയത്. അപ്പൊ ഇന്ന് ഉച്ചക്ക് കുശാലായി. ഒരു വെറൈറ്റി ഡിഷ്. അച്ചിങ്ങന്ന് സാമ്പാറിൽ നിന്ന് മോചനം. അതെ അതെ അതെ, വെള്ളരിക്കയിന്ന്. അങ്ങനെ ഞങ്ങൾ എല്ലാവരും എടുത്തു. ഞങ്ങൾ നുറുക്കിയ പപ്പടം. അതെ, എനിക്ക് ഫുൾ പപ്പടം. പ്രോട്ടീൻ റിച്ച് ഫുഡാണ് ഇന്ന് റൈസ് ഇല്ല ഉച്ചയ്ക്ക്. നല്ല വൺ ടൈം ഒക്കെ ഒന്ന് ട്രൈ ചെയ്യാനും ഇടയ്ക്കിടയ്ക്ക് ട്രൈ ചെയ്യാനും നല്ല ഒരു ഡിഷാണ്. ആദ്യമായിട്ടാണ് നമ്മളത് ഉണ്ടാക്കണേ. വൈകിട്ട് അച്ചിങ്ങ പുലർത്താം. സോയ റൈസ്, ഇടാൻ പേര് സോയ ചേർത്തിട്ടുള്ള റൈസ്. ഇത് എവിടെന്ന് അമ്മയ്ക്ക് മുന്തിരിങ്ങയൊക്കെ കിട്ടിയ? എനിക്ക് കിട്ടിയില്ലല്ലോ. നിന്റെ പ്രിയപ്പെട്ട അമ്മാച്ചൻ, അതായത് അമ്മയുടെ പൊന്നാങ്ങള കൊണ്ടുവന്നോ. ഞാൻ കുറച്ചൊക്കെ എടുത്ത് തിന്നാൻ അടർത്തി തരാം. അപ്പ ഇങ്ങനെ കാണിക്കുന്ന കണ്ടു കഴിഞ്ഞാൽ ഇഷ്ടപ്പെടില്ല. അപ്പ ഇത് വെള്ളത്തിലിട്ട് ഒലച്ചു കഴിയേച്ച് കംപ്ലീറ്റ് ഇങ്ങനെ അടർത്തിയെടുക്കും. എന്നിട്ടൊരു ബൗളിൽ ഇട്ടേച്ച് അപ്പ തിന്നോളും. അപ്പൊക്ക് ഇഷ്ടമല്ല ഇങ്ങനെ കൊലയോടുകൂടി ഇങ്ങനെ വെച്ചൊക്കെ അടർത്തി തിന്നുന്നുണ്ട്. അപ്പൊ അത് നല്ല സിസ്റ്റമാറ്റിക് ആയിട്ടേ കഴിക്കുള്ളൂ. എനിക്ക് അതിനുള്ള ക്ഷമ ലെവലേശം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇങ്ങനെ അലമ്പി കഴിയേച്ച് ഇതേ കൊലയോട് കൂടി ഞാൻ കൊണ്ടുവന്നു. മധുരമുണ്ട്, അതാണ് ഈ സംഭവം. അപ്പൊ ഊണ് കഴിഞ്ഞാൽ അപ്പ ഒരു പോപ്പൻസ് എടുത്ത് കഴിക്കാനെടുത്തു. ഞാൻ ഈ മുന്തിരിങ്ങ ഫ്രിഡ്ജിൽ ഇരുന്നിട്ട് കുറച്ച് ദിവസമായി. അപ്പോൾ കുറച്ച് മുന്തിരിങ്ങ കഴുകിക്കൊണ്ട് വന്നതാണ്. അപ്പം അത് കഴിക്കാൻ എടുത്തതാണ് കേട്ടോ. നല്ല മധുരം ഉണ്ടല്ലോ. മധുരമുണ്ട്. അപ്പം നമുക്ക് ഇത് കഴിച്ചു കഴിഞ്ഞിട്ട് ഞാനൊരു വിശ്രമം കഴിഞ്ഞാൽ 4 മണി ചായ. 4 മണി ചായക്ക് പതിവൊക്കെ ആയിരിക്കും. 5:30 ആകുമ്പോൾ കഴിപ്പോട് കൂടിയ ചായ. അപ്പം എന്നാന്നുള്ളത് അടർത്തരാം, എന്നാന്നുള്ളത് കാണിച്ചു തരാം കേട്ടോ. അടർത്തട്ടെ. അപ്പൊ എന്റെ വാട്ട ഈറ്റിന്റെ ഡേയും ഇതൊക്കെ തന്നെയാട്ടോ. അപ്പൊ മാത്രം പോപ്പിൻസ് ആട്ടോ ഊണ് കഴിഞ്ഞാ. മുന്തിരിങ്ങ വേണ്ടാന്ന് പറഞ്ഞു ഞാൻ ചോദിച്ചപ്പോ. താഴെ വീണോ? മുന്തിരിങ്ങയുടെ കളറും അമ്മയുടെ നൈറ്റിയും ഒരേപോലെ. ഊണ് കഴിച്ചു കഴിയുമ്പോ എന്തെങ്കിലും മധുരം കഴിക്കണമല്ലോ. നമ്മളിപ്പോ ഓൾറെഡി മുന്തിരിങ്ങ കഴിച്ചു, പക്ഷെ അത് പോരാ. അയ്യോ, ഞാൻ തൈരാന്ന് വിചാരിച്ചെടുത്തതാട്ടോ. ഇത് തൈരല്ല, കറിയായി പോയി. നമുക്കിത് വെച്ചിട്ട് തൈര് വീണ്ടും തപ്പാം. ഇതുപോലത്തെ പാത്രത്തിൽ അമ്മ തൈര് വെക്കാറ്. അതിപ്പോ നോക്കിയിട്ട് കാണാനില്ലല്ലോ. നോക്കാം, ഇതായിരിക്കും ചിലപ്പോൾ. ഇത് നോക്കട്ടെ. അതിനകത്ത് ഇരിപ്പുണ്ട്. എനിക്ക് കഴിക്കാൻ വേണ്ടി മാത്രം കേട്ടോ ഇത് ഫുള്ള് വെച്ചേക്കണേ. വെറുതെ അല്ല, മറ്റേതിലാണ് സാധാരണ ഇരിക്കാറ്. അപ്പം ഇനിയിപ്പോൾ പകർത്തേണ്ട ആവശ്യമില്ല. ഇത് തന്നെ ഫുള്ളായിട്ട് നമുക്കങ്ങ് എടുത്ത് കഴിക്കാം. ഇത് ഫുള്ള് നമുക്കുള്ളതാട്ടോ. ഈ മധുരമൊക്കെ ഇട്ടിട്ട് സ്വല്പം ഉപ്പും കുറച്ച് മധുരം, ഒരുപാട് ഇടില്ല, വളരെ കുറച്ച് മധുരം ഇട്ടിട്ട് കഴിക്കാം. ഉപ്പും മധുരവും ഇടുന്ന ഫുഡ് ഐറ്റത്തിന് ഒരു പ്രത്യേക ടേസ്റ്റ് ആട്ടോ. ഇതേ ഞാൻ ഉപ്പും മധുരവും ഇട്ട് മിക്സ് ചെയ്ത എനിക്ക് ഇച്ചിരി പുളിയൊക്കെ ഉള്ളതാണ് ഇഷ്ടം. ഞാൻ ആദ്യം ആ വലിയ പാത്രം നോക്കിയത്. അത് ഉറയായിരുന്നു. ഉറയല്ല, കറിയായിരുന്നു അതിനകത്ത്.
ഇവിടെ ഇരിക്കണേ. അതിനകത്തല്ലേ തൈര് വെക്കാറില്ല. തൈര് എപ്പോഴും വലിയ പാത്രത്തിലാണ് വെക്കാറ്. ഇത് ഞാൻ ഒഴിച്ചു പറ്റിക്കാനായിട്ട് ഓരോ പരിപാടികൾ പിന്നെ അല്ല, അമ്മക്ക് ഇഷ്ടമുള്ള പാത്രത്തിലങ്ങ് വെക്കും. നമ്മളെടുത്ത് നോക്കുമ്പോ നമ്മൾ ഉദ്ദേശിച്ചൊന്നും ആ പാത്രത്തിലുണ്ടാവില്ല. അതാണ് അമ്മയുടെ സൂത്രപ്പണികൾ. ആണോ? കേട്ടോ? ഉണ്ടായിരുന്നു കൊച്ചുമോൻ ചാച്ചനാ മണവാട്ടിക്കുട്ടിയുടെ പപ്പയാണ്. ഞങ്ങള് സംസാരിക്കുവാണ്. പിന്നെ ഇതെല്ലാം കസിൻസ് ആന്നൊക്കെ പറഞ്ഞ. പിന്നെ കുറെ കഴിഞ്ഞ് ഉറങ്ങിപ്പോയി. അപ്പൊ ഇനിയിപ്പോ ഉറങ്ങാൻ പോവാണോ? നീ കിടക്കുവോ? 3:45 എഴുന്നേക്കോളും. 2:45. അത് ശരി. അത് കഴിഞ്ഞിട്ട് ദോശ ഒന്നും ആവൂല. പിന്നെ ചായ, പതിവ് ചായ. പിന്നെ ഒരു 5:30 ആകുമ്പോ ദോശ വിട്ട കാണിക്കാം. ചായയും കാണിക്കണം കേട്ടോ. വാട്ട് വി ഈറ്റ് ഇൻ എ ഡേ എന്ന് കാണിക്കണേ. ചായ വിത്ത് വെണ്ണ ബിസ്ക്കറ്റ്, ചായ വിത്ത് ബ്രെഡ് കാണിക്കാം. ഓക്കെ. ഉച്ച കഴിഞ്ഞപ്പോൾ അമ്മ മുന്തിരിങ്ങ കഴിക്കുമ്പോൾ അപ്പ കഴിക്കുന്നത് നാച്ചുറൽ ഫ്രൂട്ട് ഫ്രം അവർ ഗാർഡൻ ആണ് അല്ലേ? അപ്പേ ഉച്ച കഴിഞ്ഞ് ഊണ് കഴിഞ്ഞിട്ട് കഴിക്കുന്നത് നാച്ചുറൽ ഫ്രൂട്ടായ ബംബ്ലൂസ് നാരങ്ങയാണ്. ഞാനെന്താ കഴിക്കാൻ പോണേന്ന് കാണാം കേട്ടോ. ഇത് വെല്ലുപ്പേടയാന്ന് പറയുന്നുണ്ട്. നമ്മുടെ ഗാർഡനിലും ഉണ്ട്, പക്ഷെ ഇത് വെല്ലുപ്പേടയാന്നാ പറഞ്ഞത്. നമ്മുടെ തീർന്നു. ഇത്തവണ അധികം ഉണ്ടായില്ല. ഞാനെന്താ കഴിക്കണേന്ന് കാണിച്ചു തരാം. നമ്മുടെ നല്ലതാ. ഇതും നല്ലതാ അല്ലേ? നല്ല മധുര. അവിടെ ഒരുപാട് ഉണ്ടായല്ലേ? നമുക്ക് ഇത്തവണ കുറവേ ഉണ്ടായുള്ളൂ. അപ്പയുടെ നമ്മ മനോഹരമായി കട്ട് ചെയ്തിരിക്കുന്നത് തിന്നണോ വേണ്ടയോ എന്നുള്ള ആശങ്കയിലല്ല. ഉറങ്ങാൻ പോവാന്ന് പറഞ്ഞ ആളാ. കൊറേ നേരമായി പറയണു. അപ്പൊ എനിക്ക് അതനുസരിച്ച് വൈകി എഴുന്നേറ്റാ മതി. തൈരിന് നല്ല പുളിയുണ്ട് കേട്ടോ. പുളി അധികമാണോ? ഇല്ലില്ല, അധികമില്ല. എനിക്കിത് പാകാ. അല്ലി നാരങ്ങ ചിലര് അങ്ങനെ പറയും, ചിലര് കമ്പിളി നാരങ്ങ എന്ന് പറയും. വല്യപ്പ ഇങ്ങനെ തന്നെയാ കട്ട് ചെയ്ത് ഉണുവാശപ്പുറത്ത് വെക്കണമെന്നൊക്കെ പറയും. എല്ലാ സൺഡേയും ചെല്ലുമ്പോ അവിടെ ഉണ്ടാവുന്ന ഒരു പുണി. നമ്മള് ബംബ്ലൂസ് എന്ന് പറയും. കമ്പിളി നാരങ്ങ. അറിയില്ല, ഓരോ പ്രദേശത്ത്. 3:50 കുടിക്കാറ്. 2:45 വിശ്രമത്തിന് പോയത് കൊണ്ട് വൈകി തീർത്താൻ. 3:50 ചായ വന്നപ്പോൾ ചായയും വെണ്ണ ബിസ്ക്കറ്റും. സ്ഥിരം കാണുന്നതായതുകൊണ്ട് ബോറിംഗ് അല്ലേ? എപ്പോഴും ഇത് തന്നെ. 5:30 വിശദമായ ചായ കാണാം. ഇനി അമ്മയ്ക്ക് എന്തെങ്കിലും കുടിയുണ്ടോ? എനിക്ക് ചായ ഉണ്ട്. ചൂടുകൊണ്ടേ മടിയാ, ഭയങ്കര മടിയാ. ഞാൻ ചായയുടെ കൂടെ വെണ്ണ ബിസ്ക്കറ്റ് എനിക്ക് ഇഷ്ടമല്ല, റസ്ക് ഇഷ്ടമാണ്. പിന്നെ എനിക്ക് ഇഷ്ടമുള്ളത് ബ്രെഡ് ഇഷ്ടമായിട്ടുള്ള ഒരു പീസ് കഴിക്കാറുണ്ട്. ഇന്ന് എനിക്ക് വേണ്ട, വൈകിയല്ലേ ഉണ്ടത്. അപ്പൊ പുറത്തിരുന്ന് ചായയും കുടിക്കാം, അച്ചിങ്ങ കുടിച്ചു കുടിക്കാം. അത്താഴത്തിനുള്ള പരിപാടി. എനിക്ക് കുടിയൊന്നും ഇല്ല കേട്ടോ. വേണ്ടേ? ഞാൻ വെറുതെ തിളപ്പിച്ചോണ്ട് ഇരിപ്പുണ്ട് കേട്ടോ. ഒന്നും വേണ്ട. ചൂട് വൈകി എനിക്കും ചൂടത്ത് ചായ എടുത്തോണ്ട് വരാം. ഫാൻ്റെ ശബ്ദം. ഇതന്നെ ചീനച്ചട്ടിയുടെ ഉള്ളിലാണോ കപ്പൊക്കെ വെച്ചേക്കണേ? ഇല്ല, എനിക്കറിയാം. ഞാൻ അങ്ങോട്ട് അങ്ങനെ ഇറങ്ങാൻ പറ്റില്ല. എന്റെ സ്വഭാവം അറിയാലോ, സ്പീഡാ. ഇനി വിശേഷങ്ങളൊക്കെ പറഞ്ഞാണ്. ചീനച്ചട്ടിയും വിത്ത് ചായ. എന്റെ ചായയും ഇച്ചിരി പാടയായല്ലോ. പാടയാ. അത് ഞാൻ ചായ ഇങ്ങനെ വറ്റണേ ഒഴിച്ചു വെച്ച് കഴിഞ്ഞാ 2 മിനിറ്റ് കഴിഞ്ഞുള്ളൂ. അപ്പോഴേക്കും ചായ പറ്റിയില്ലോ. ഞാൻ ചായ 2 പേരുടെ കപ്പിൽ ഒഴിച്ചു വെച്ചേച്ച് ഇതന്നെ എടുത്തോണ്ട് പോകുന്നു. അത്രേ ആയുള്ളൂ. ഇനി ചൂടുകൊണ്ടായിരിക്കോ? ആർക്കെങ്കിലും ഇങ്ങനെ സംഭവിക്കാറുണ്ടോ? അത്ഭുതങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുക. ചൂടാ ഇരിക്കട്ടെ, ഒഴിച്ചു പൊളിക്കുക. എന്തോട്ടാ? അച്ചിങ്ങയുടെ കളറും അമ്മയുടെ നൈറ്റിയുടെ കളറും ഒരേപോലെ. നല്ല അച്ചിങ്ങ കിട്ടിയേക്കണത്. അപ്പടി ചോദിച്ചാലേ ഏത് കടയിൽ നിന്നാണ്? മിക്കവാറും ജോർജിന്റെ ആയിരിക്കും.
ഞാനിപ്പോൾ വൈകിട്ട് ചായയും കാപ്പിയും ഒന്നും കുടിക്കാറില്ല കേട്ടോ. അതെ, എൻ്റെ ഫേവറേറ്റ് ഐസ് ടീ ആണ് കുടിക്കാറ്. എനിക്കിത് ഒത്തിരി ഇഷ്ടമാണ്, നല്ല റിഫ്രഷിങ്ങുമാണ്, അത്യാവശ്യം ഒരു വയറൊക്കെ നിറയുന്ന പോലെ എനിക്ക് തോന്നാറുണ്ട് കേട്ടോ. വൈകുന്നേരം ആയപ്പോൾ നമ്മുടെ റെസിഡൻസ് അസോസിയേഷൻ്റെ വിമൻസ് ഡേ പ്രോഗ്രാമിന് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് അപ്പവും വെജിറ്റബിൾ സ്റ്റൂവും ആണ് കഴിച്ചത്. ഇതിൻ്റെ വീഡിയോയിൽ നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും കേട്ടോ. അപ്പയ്ക്കാണോ കാപ്പി ഉണ്ടാക്കണേ? ഞങ്ങളൊരു പരിപാടിക്ക് പോയേക്കായിരുന്നു, അപ്പോൾ അവിടെയൊക്കെ പോയി വന്നു. ഞങ്ങൾ അവിടെ നിന്ന് അപ്പവും സ്റ്റൂവും കഴിച്ചു അല്ലേ, പോന്നു. അപ്പോൾ അപ്പയ്ക്ക് അമ്മ ഒരു കാപ്പി ഉണ്ടാക്കുവാണ്. ഞാനിവിടെ ദേ ഇതെൻ്റെ ഡിന്നറിനേക്കുള്ള പ്രിപ്പറേഷനാണ്. തന്തൂരി പനീർ, സ്വല്പം മഞ്ഞൾപ്പൊടി ഇടുക. മഞ്ഞളല്ല കേട്ടോ ആദ്യം ഇടണ്ടേ, പിന്നെ അങ്ങനെ പ്രത്യേകിച്ച് ഓർഡറൊന്നും ഇല്ല. ഇത് പിരിയമുളക് പൊടിയാണ്, സ്വല്പം പിരിയമുളക് പൊടി ഇടുക. പിന്നെയോ അമ്മയ്ക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ആ, അത് ഞാൻ മറന്നിരിക്കുകയായിരുന്നു. മല്ലിപ്പൊടി ഇത്തിരി ഇടുക. അടുത്തത് കാണിച്ചു തരാം കേട്ടോ. ഇതാ ഇച്ചിരി ഗരം മസാല കേട്ടോ, കൂടി പോരുത്, ഇത്തിരി ഗരം മസാല. ആ, അപ്പം ബ്രെഡും പഴവും കഴിക്കാൻ പോവാണോ? ആ, അപ്പം ഞാൻ വാട്ട് വി ഈറ്റിൻ്റെ ഇടയിൽ എടുക്കാം കേട്ടോ. ഇതേ ഇച്ചിരി വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇതിനകത്തിടാം, എന്നിട്ട് നമുക്ക് മാരിനേറ്റ് ചെയ്തങ്ങ് വെക്കാലോ. ഇച്ചിരി വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇടാം കേട്ടോ. ഇനി നമ്മൾ ഇടേണ്ട എന്താണെന്നറിയോ, ലേശം തൈര് ഒഴിക്കണം, പിന്നെ ഇച്ചിരി നാരങ്ങാ നീരും ലേശം ഉപ്പും ഇടണം കേട്ടോ. എന്നിട്ട് നമുക്കിത് മാരിനേറ്റ് ചെയ്ത് വെക്കാം. ഇതിലേക്ക് ലേശം തൈര്, ഒരുപാട് പുളി പാടില്ല, പാകം പുളിപ്പിനുള്ള തൈര് കേട്ടോ. ഒരുപാട് പുളി വന്നു കഴിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടാവില്ല. തൈര് ഇത്രയും തൽക്കാലം ഒഴിക്കാം, എന്നിട്ട് മാരിനേറ്റ് ചെയ്യുമ്പോൾ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ചേർക്കാം. തൈര് ചേർത്തുകൊണ്ട് ഒരു ലേശം നാരങ്ങാ സിറപ്പ് മതിയേ. ഫ്രഷ് നാരങ്ങയാണ് നല്ലത്, പക്ഷെ അതില്ലാത്തത് കൊണ്ട് ഞാൻ സിറപ്പ് ചേർക്കുവാണ്. ഇനി ഒരു സാധനം കൂടി നമ്മൾ ഇതിനകത്ത് ചേർക്കണം, എന്താണെന്നറിയോ? യെസ്, നമ്മുടെ ടൊമാറ്റോ ചില്ലി സോസ് ചേർക്കണം. അതൊരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് ഇതിൻ്റെ കേട്ടോ. ഇനി ഇത് എല്ലാം കൂടെ ചേർത്ത് മിക്സ് ചെയ്യുക, കുഴച്ച് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഞാൻ ദേ മാരിനേറ്റ് ചെയ്തു. ഇനി ഫ്രിഡ്ജിലാണ് വെക്കാൻ പോകുന്നത്, അല്ലാന്നുണ്ടെങ്കിൽ പുറത്തിരുന്ന് കഴിഞ്ഞാൽ അത് തൈര് ചേർത്തുകൊണ്ട് പുളിക്കും. അതുകൊണ്ട് ഫ്രിഡ്ജിൽ ഒരു മണിക്കൂർ വെക്കാൻ പോവാം. ശേഷം പുറത്തെടുത്ത് വെച്ച് തണുപ്പൊക്കെ ആറിയതിന് ശേഷം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതാണ് ഇനിയുള്ള പ്ലാൻ. അപ്പോൾ നിങ്ങളെ കാണിക്കാവേ. പകുതി എടുക്കണല്ലോ, പകുതി മതിയോ? അപ്പയുടെ ഫേവറേറ്റ് ആണ് ഈ ബ്രെഡും പഴവും കൊണ്ടുള്ള സാൻഡ്വിച്ച്. എന്ന് നമ്മുടെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്ന എല്ലാവർക്കും അറിയാം കേട്ടോ. അത് പഴമാണെങ്കിൽ ഇങ്ങനെ കുരുകുരാന്നരിയുമ്പോഴാണ് ശരിക്കും അതിൻ്റെ ടേസ്റ്റ് വരുന്നത്. കാരണം അപ്പോൾ ബ്രെഡിൽ അങ്ങ് നിറഞ്ഞിരിക്കുമല്ലോ. അത് ഇവിടെ അങ്ങനെ അരിയാനായിട്ട് അപ്പയ്ക്ക് മാത്രമേ സാധിക്കൂ. പഴമായതുകൊണ്ട് ചെയ്യാനായിട്ട് എളുപ്പമാണ്. എത്ര വേണേലും പഴം വയ്ക്കാം, ഓരോരുത്തരുടെ ഇഷ്ടാനുസരണം. വീട്ടിൽ ഉള്ള സാധനം ആയതുകൊണ്ട് ജാമൊക്കെ പറ്റണ പോലെ തൊട്ട് പറ്റണമെന്നില്ല. തേനൊന്ന് സോക്ക് ചെയ്യാനായിട്ടാണ്, വളരെ കുറച്ച് മതി. കുഞ്ഞു കുഞ്ഞായിട്ട് പഴം അരിഞ്ഞു കഴിഞ്ഞാൽ നിറയെ ഇരുന്നോളൂ. അത് അല്ല, അത് പാക്കാവും നന്നായിട്ട്, മറ്റത് അത് പാക്കാവില്ല. അതെ, അമ്മ വിളിക്കാൻ പോയല്ലോ വീണ്ടും. ഇങ്ങനെ പഴം എന്തെങ്കിലും ഉണ്ടോ? ഇങ്ങനെ ബ്രെഡ് വിടുത്തി വെച്ചാൽ മോൾ വശം മുകളിലും താഴെ വശം താഴെയും വരും. കഴിക്കുക. ചൂടുവെള്ളമാണോ കുടിക്കണേ? അതെന്നാ ചൂടുവെള്ളം കുടിക്കണേ? ചൂടുവെള്ളം കുടിക്കുന്നതാണ് സേഫ്. പക്ഷെ വീണ്ടും ചൂടാവൂലേ ശരീരം? ഒരുപാട് ചൂടെടുക്കും. ജസ്റ്റ് തണുപ്പ്. എന്റെ ഐസ് ടീ അമ്മ ഇച്ചിരി ഒന്ന് കുടിച്ചേ. നല്ല ചിൽഡാണ്. ഇത് ഇടയ്ക്കിടയ്ക്ക് ഇപ്പൊ ഉണ്ടാക്കി കുടിക്കില്ല കേട്ടോ പണി. രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ കട്ടൻ ചായ ഇച്ചിരി ഉണ്ടാക്കി വെച്ചാൽ മതി. ഇപ്പൊ തണുപ്പിച്ച് വെച്ച് കഴിഞ്ഞാലല്ലോ ഇത് കുടിച്ചു കഴിഞ്ഞാൽ നല്ല സുഖം. അപ്പൊ ഞങ്ങള് പോയി വന്നു കഴിഞ്ഞിട്ട് വീണ്ടും ഞാൻ ചായക്കും കാപ്പിക്കും പകരം ഇതാണ് ഉണ്ടാക്കണേ. അതെ 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 അതെ.
കുടിച്ചോ തണുപ്പ് പോവാതെ. എനിക്ക് നല്ല അമ്മയ്ക്കല്ലേ എപ്പോഴും നല്ല ചില്ല് തണുപ്പ് വേണ്ട. തണുപ്പ് വേണം. നല്ലതാ. നല്ല ചിൽഡ് തണുത്ത ഒരു ഐസ് ടീ കുടിച്ചു കഴിഞ്ഞാലല്ലോ കുടിച്ചുന്നുണ്ട്. മതി, ഇച്ചിരി അങ്ങ് കുടിച്ചോ. ഇനി വേണ്ട, അമിത എനിക്ക് വേണ്ട. അപ്പൊ ഞാനും ഉണ്ടാക്കി വെക്കാൻ പോവാ. അപ്പൊ ഞാനും കുടിക്കാൻ പോവാണ് കേട്ടോ ഐസ് ടീ. കണ്ടോ, ഇത് കാണുമ്പോ തന്നെ അറിയാലോ, കുടിച്ച ആ ഒരു റിഫ്രഷ്മെന്റ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവൂലേ. അപ്പൊ ഞാൻ ഫ്രിഡ്ജിൽ നിന്നൊക്കെ എടുത്തു വെച്ചു. ഇപ്പൊ ഒരു 1-2 മണിക്കൂർ കഴിഞ്ഞു കേട്ടോ. ഇനി ഞാൻ നെയ്യിലാണ് ഇത് സോട്ട് ചെയ്യണം. ഒട്ടും വെളിച്ചെണ്ണ ഒഴിച്ചിട്ടില്ല. കണ്ടോ, ആ സൗണ്ട് കേൾക്കണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോൾ ഓരോന്നായിട്ട് ഞാനിനി എടുത്തിടട്ടെ കേട്ടോ. സമയം ഒരുപാട് വൈകി. സമയം ഞാൻ കാണിച്ചു തരാം നിങ്ങളെ കേട്ടോ. കണ്ടോ, 9:30 അപ്പയമ്മയും കഴിച്ചു. ഞാനിനി ഉടനെ തന്നെ എൻ്റെ സാധനം എനിക്ക് കഴിക്കാനുള്ളത് റെഡിയാക്കുവാണേ. മൊത്തം എടുത്തിട്ട് കേട്ടോ, അത് നിങ്ങൾ കാണിച്ചു തരാം. അമ്മയ്ക്കൊന്ന് കഴിക്കണോ തന്തൂരി പനീര്? വേണ്ട, അമ്മയ്ക്ക് വേണ്ട അല്ലേ? ഇന്നലെ 2 പീസ് ഞാൻ തിന്നായിരുന്നു. ഇഷ്ടപ്പെട്ടായിരുന്നോ? നല്ല ടേസ്റ്റ്. നമുക്ക് ഒരു ദിവസം ഒന്ന് കാണിക്കാട്ടോ. നീ ഉണ്ടാക്കിയാൽ മതി, ഞാൻ ഉണ്ടാക്കി അത്ര. ഇതിനകത്തുണ്ട്, ഞാൻ കാണിച്ചിട്ടുണ്ട് സിമ്പിൾ ആയിട്ട്. പിന്നെ പ്ലേറ്റർ നമ്മൾ ഉണ്ടാക്കൂലോ, വെജ് പ്ലേറ്റർ. അതിൽ സൈഡ് ഡിഷ് നമുക്ക് വെക്കാനുണ്ടല്ലോ, അന്നേരം നമുക്ക് കാണിക്കാം. പോകുമ്പോ തകർന്നു. വർത്താനം പറയാനുള്ള മൂടില്ലാതെ ചൂട് ചോറും കൂടെ ചെന്നപ്പോ ഒരു രക്ഷയില്ല. എന്നാ ചൂടല്ലേ, മഴ പെയ്യുന്നെങ്കിൽ കിടക്കമരം ഉണ്ടാവില്ല. അതുപോലെ ചൂടാ. തന്തൂരി പനീർ എന്തായാലും നോക്കട്ടെ കേട്ടോ. ഇളക്കി വിടേണ്ട സമയമായിട്ടോ. സിമ്മിലാ വെച്ചേക്കണം, അല്ലേ കരിഞ്ഞു പോകും. ഇളക്കട്ടെ. സ്പാറ്റില എടുത്തേക്കണേ. അല്ല, സ്പാറ്റില വേണ്ട, എനിക്ക് ഇതാ ഇഷ്ടം. ഇതെല്ലാം ഇങ്ങനെ ഓരോന്ന് സഹിതം എടുത്തിടണം കേട്ടോ. ഞാനിപ്പോൾ സമയമൊന്നും ഇല്ലാത്ത കാരണം ഇങ്ങനെ ഒരുമിച്ച് അങ്ങ് കൂട്ടി അങ്ങ് മിക്സ് ചെയ്യണം. ഒരു ചിക്കൻ്റെ ഒക്കെ സ്മെല്ല് വരണം കേട്ടോ, ഇല്ലേ? തന്തൂരി ചിക്കൻ അയാളോ പ്ലെയിൻ ഇത്തിരി കൂട്ടി വെച്ചു. പക്ഷേ വീണ്ടും നമുക്ക് കുറച്ച് വെക്കാം. കണ്ടോ, കരിഞ്ഞ് തുടങ്ങി. കരിഞ്ഞതല്ല, അതതിൻ്റെ ആ ഗ്രേവി നന്നായിട്ട് മൂക്കുമ്പോൾ വന്ന കളറാണ് കേട്ടോ. ഒട്ടും കരിഞ്ഞിട്ടില്ല. അത് പനീറല്ലേ, പിടിച്ചു വരാൻ നമുക്ക് താമസമെടുക്കും. ഈ ഫ്ലെയിം കുറച്ച് വെക്കാം, നല്ലത്. വാങ്ങേണ്ട സമയമായി കേട്ടോ. ആൻഡ് ഫൈനലി നമ്മുടെ തന്തൂരി പനീർ ഇവിടെ റെഡിയായി കഴിഞ്ഞു. അമ്മയ്ക്കൊന്ന് ടേസ്റ്റ് ചെയ്യണോ? നമുക്ക് അമ്മയെ കൊണ്ട് ടേസ്റ്റ് ചെയ്യിപ്പിക്കാം കേട്ടോ. ഇതൊക്കെ അതിൻ്റെ അരപ്പ് അതിനകത്തേക്ക് ചേർന്ന് പിടിച്ചിരിക്കണതാണ് കേട്ടോ, അല്ലാതെ കരിഞ്ഞൊന്നും അല്ലാതെ. കണ്ടോ, പനീറിൻ്റെ ശരിക്കുള്ള കളർ കണ്ടോ, ഒട്ടും കരിഞ്ഞിട്ടൊന്നുമില്ല. ഇത് നമ്മൾ പാൻ ഫ്രൈ ചെയ്യുമ്പോൾ അങ്ങനെ അരപ്പും ചേർന്ന് പിടിച്ച് വരണതാ. അതൊന്നും കരിഞ്ഞിട്ടൊന്നുമില്ല. അല്ല, ഞാൻ മുൻകൂറായിട്ട് പറഞ്ഞതാ. അല്ലെങ്കിൽ അതിങ്ങനെ നമ്മൾ ഏത് പാചകം ചെയ്യുമ്പോഴും നെഗറ്റീവ് പോസിറ്റീവ് വരില്ലേ, അത് ജസ്റ്റ് അവോയ്ഡ് ഇറ്റ്. അത്രേ ഉള്ളൂ പറയാൻ. ജെന്യുവിൻ അല്ലാത്തത് ജസ്റ്റ് അവോയ്ഡ് ഇറ്റ്. ജെന്യുവിനായത് നമ്മളത് കറക്റ്റ് ചെയ്ത് കൊടുക്കാറുണ്ട്. എപ്പോഴും അവരോട് പറയാറുണ്ട്. പോർക്കിലും പറ്റിയാണല്ലോ അമ്മ കുത്താൻ പോണേ. ഇവിടെയൊക്കെ ക്ലീൻ ആക്കിയിട്ടോളണം. എന്റെ അടുക്കള കയറി ചൂടുണ്ടോ? ചൂടൊക്കെ ഉണ്ട്, നല്ല ചൂടാ. നല്ല ഇത് കണ്ടാൽ തന്നെ അപ്പൊ ഇറച്ചിയുടെ ഒരു മട്ടുണ്ടോ. അതെ, അപ്പയ്ക്ക് ഞാൻ കൊടുത്തായിരുന്നു. അപ്പയ്ക്ക് ഇത് വളരെ ഇഷ്ടമായിരുന്നു. ഇറച്ചി അല്ലല്ലോ എന്ന് എന്നോട് പലവട്ടം ചോദിച്ചു. എങ്ങനെയുണ്ട്? നല്ല ടേസ്റ്റാണ്. ആണോ? സൂപ്പറാ. അരപ്പ് ശരിക്കും കയറിയിട്ടുണ്ട്. അതെ അതെ അതെ, അപ്പയ്ക്ക് ഒരെണ്ണം കൊടുക്കാം. കഴിക്കണ്ടോ ഇപ്പൊ? വിവരം അറിയും. അതെ. അപ്പൊ ഇന്നത്തെ നമ്മുടെ ഡിന്നറോടുകൂടി വാട്ട് വി എയ്റ്റ് ഇൻ എ ഡേ സെഗ്മെന്റ് അവസാനിക്കുവാണ്. അമ്മയും ചോറാണോ കഴിക്കണേ? അമ്മയ്ക്ക് ആകെ ചൂടുകൊണ്ട് ആകെ ഇറിറ്റേഷൻ ആട്ടോ. ശരിയാ, എല്ലാവർക്കും ഉണ്ട് ചൂടിന്റെ പ്രശ്നം. മഴ വേഗം പെയ്യട്ടെ. ഊണ് കഴിക്കാനുള്ള സന്തോഷം എന്ന് പറഞ്ഞാല് ദേ ഈ ഇരിക്കുന്ന കറിയാണ്. അതെ, ഇതാരാ ഇതിന്റെ സൈഡിൽ നിന്ന് മൂന്തിയത്?
കുട്ടിയെടുത്തത് ഞാൻ ദേ ഒരു പാത്രം നിറയുണ്ട്, ഞാൻ കോരി ഫ്രിഡ്ജിൽ വെച്ച് കേടായി പോവായിരിക്കും കേട്ടോ. ബാക്കിയുള്ളത് നാളെ ചൂടാക്കി എടുക്കാം. ഇഷ്ടം പോലെയുണ്ട് ഉണ്ടാക്കി. ഇത് നിങ്ങൾ കണ്ടായിരുന്നു? ഇല്ലാന്ന് ആരും കരുതണ്ട, ഇഷ്ടം പോലെ ഉണ്ട്. കറിയുടെ എണ്ണ അമ്മ വീണ്ടും കൂട്ടിയല്ലോ. കുട്ടിന്ന് പറഞ്ഞാൽ ചാറുകറിയൊന്നുമില്ല. പാവയ്ക്ക, ചക്കക്കുരു, ക്യാരറ്റ്, സവോള, മെഴുക്കുവരട്ടി ഇന്നലത്തെ, ഇടിഞ്ചക്ക ഇന്നത്തെ, പിക്കള, വെള്ളരിക്ക അല്ല വെള്ളരിക്കല്ല വഴുതന. അതെ, ഇനി എടുക്കാം. അമ്മ ഇപ്പൊ തന്നെ എടുക്കൂട്ടോ. ഞാനെടുത്തങ്ങ് കൊണ്ടുവരുമ്പോ പിടിക്കാം. എനിക്ക് ക്ഷമയൊന്നുമില്ല. പാവയ്ക്ക, ചക്കക്കുരു, ക്യാരറ്റ്. നല്ല കയ്പാ. നല്ല രസമല്ലേ പക്ഷെ ആ കയ്പ് കഴിക്കാൻ. ഇടിഞ്ചക്ക സൂപ്പർ അല്ലേ? പക്ഷെ അതിനാ എന്തെങ്കിലും മോര് കാശിയതോ ഇതോ ഒഴിച്ച് കുഴച്ചാലേ. ഇനി അപ്പയ്ക്ക് കൊടുക്കാട്ടോ, ലൈറ്റ് കൊടുക്കട്ടെ. ദേ അപ്പയ്ക്ക് ഒരു സാധനം കൊണ്ടുവരുന്നുണ്ട്. പീസ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ശാസ്ത്രീയമായിട്ട യൂറോപ്യൻ സ്റ്റൈൽ. ഇതിനൊന്നും മുക്കായിരുന്നല്ലോ. അതെല്ലാം മുക്കിയിട്ടുണ്ട്. സോസ് മുക്കിയാ വറുത്തേക്കണേ. അല്ല വറുത്തപ്പ സോസ് ഉപയോഗിച്ചിട്ടുണ്ട്. അല്ല അത് കഴിഞ്ഞ് തിന്നുമ്പോഴും ചെറുതായിട്ടൊന്നും മുക്കണം. നല്ല എങ്ങനെയുണ്ട്? നല്ല നല്ല ചിക്കൻ ആണെന്ന് തോന്നിയോ? ചിക്കനാണെന്ന് വീടിയോന്ന് തോന്നി. ചിക്കന്റെ മണമുണ്ടോ? വീടിപ്പോയാന്ന് പറഞ്ഞു ആശങ്കപ്പെട്ടു. ഒരു കഷ്ണം കൂടെ എടുത്താലോ? അമ്മ ഇന്ന് നിന്നോണ്ടാണോ കഴിക്കണേ? ആ, അമ്മയ്ക്ക് സ്പെഷ്യലൊക്കെ ഉണ്ടല്ലോ ഒന്ന്. ഞാനിന്ന് എന്താന്നറിയോ കഴിക്കണേ? തന്തൂരി പനീറും ചിയാസീഡ് പുഡിങ്ങും. ഞാൻ ഇടിഞ്ചക്ക, വെളുത്തുള്ളി ചമ്മന്തി, ചമ്മന്തിപ്പൊടി. പാവയ്ക്ക് എനിക്ക് ഇഷ്ടമല്ല. ചാറില്ലാത്തോണ്ടാ. അപ്പൊ അറിയാ സാമ്പാർ ഒഴിക്കണ പോലെ ഒഴിച്ചേക്കണേന്ന് അമ്മ. വെളുത്തുള്ളി പിക്കിള്. അപ്പൊ നമ്മുടെ തന്തൂരി പനീർ അവിടെ ഇരിപ്പുണ്ട്. ഇനി അടുത്തത് ഞാൻ കഴിക്കാൻ പോണേ എന്താന്ന് കാണിച്ചു തരാം കേട്ടോ. അതൊരു സ്പെഷ്യൽ സാധനമാണ്. ചിയാസീഡ് ഫ്രൂട്ട് പുഡിംഗ് ആണ് കേട്ടോ. ദേ ഇവിടെ ഞാൻ ചിയാസീഡ് വെച്ചിട്ടുണ്ട്, കണ്ടോ? സോക്കായി, ഓവർനൈറ്റ് സോക്കായതാണ് കേട്ടോ അത്. ഇതെടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ ഫ്രൂട്ട്സ് ഒക്കെ അരിഞ്ഞിട്ട് സെറ്റാക്കാം കേട്ടോ. കാണിച്ചു തരാം. കണ്ട സോക്കായിരിക്കണണ്ട. അപ്പോൾ ഇതേ സോക്ക് ചെയ്തിട്ടുള്ള ചിയ പുഡിങ്ങിൻ്റെ മുകളിൽ ഞാൻ സ്ട്രോബെറി അരിഞ്ഞതും ഇട്ടു, ഒരു ഞാലിപ്പൂവൻ പഴവും ഇട്ടു കേട്ടോ. അപ്പോൾ ഇതും തന്തൂരി പനീരുമാണ് എൻ്റെ ഡിന്നർ. ഇതിനകത്ത് സ്വീറ്റ്നെസ്സിന് ഒരു അല്പം ഹണി ഒഴിച്ചിട്ടുണ്ട്. ഹണി ഒട്ടും തന്നെ നിർബന്ധമില്ല, മധുരം ഇടാതിരിക്കുന്നതാണ് നല്ലത്. പക്ഷെ ചെറിയൊരു സ്വീറ്റ്നെസ് വേണ്ട, അല്ലെങ്കിൽ ഭയങ്കര പെയിൽ ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇത് രണ്ടുമാണ് എൻ്റെ ഡിന്നർ കേട്ടോ. അപ്പം ഇനി നമുക്ക് കഴിക്കാം. ഇതോടുകൂടി ഇന്നത്തെ നമ്മുടെ വാട്ട് വി ഈറ്റ് ഇൻ എ ഡേ സെഗ്മെൻറ്റ് അവസാനിക്കുകയാണ്. അപ്പം ഇനി അടുത്ത ദിവസം മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ, ടേക്ക് കെയർ, സീ യു.